بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وارزقنا علما نافعا. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൻ്റെ ഈ ഭവനത്തിൽ നമ്മൾ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ ആഖിറത്തിൽ അല്ലാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൻ്റെ രണ്ടാം ഭാഗം. കഴിഞ്ഞ ക്ലാസ്സിൽ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ നുബുവത്തും ജനനവും അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവനോടെ ഈസാ നബി അലൈഹിസ്സലാമിനെ ആകാശത്തേക്ക് ഉയർത്തിയ സംഭവമാണ് വിശദീകരിച്ചത്. ഇനി ഈസാ നബി അലൈഹിസ്സലാമിന് തിരിച്ചൊരു മടക്കം ഭൂമിയിലേക്കുണ്ട്. ഒരു ദിവസം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളിലേക്ക് ഇങ്ങനെ നോക്കുന്ന സമയം സഹാബി പറയാം, ഇത്തലഅൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം അലൈനാ വനഹ്നു നതദാക്കർ. നമ്മളിങ്ങനെ പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം അല്ലാഹുവിന്റെ റസൂൽ നമ്മുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് ചോദിച്ചു, മാ തദാക്കറൂൻ, നിങ്ങൾ എന്താണ് ഇങ്ങനെ പരസ്പരം സംസാരിക്കുന്നത്, എന്താണ് ചർച്ച? ഇപ്പൊ സഹാബാക്കൾ പറഞ്ഞു, നദ്കുറു സ്സാഅ, നമ്മൾ ഖിയാമത്ത് നാളിനെ സംബന്ധിച്ചാണ് ഈ സംസാരിക്കുന്നത്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹാ ലൻ തഖൂമ ഹത്താ തറൂ ഖബ്ലഹാ 10 ആയാത്തിൻ. ഖിയാമത്ത് നാൾ സംഭവിക്കുന്നതിന്റെ മുമ്പ് 10 അടയാളങ്ങൾ നിങ്ങൾ കാണാതെ ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഖിയാമത്ത് നാളിന്റെ അടയാളം, മുന്നോടിയായിട്ട് വരുന്ന അടയാളങ്ങൾ എണ്ണാണ്. ഒന്ന് ഫദകറ ദുഖാന, റസൂൽ എണ്ണി. ഒന്നാമത്തേത് ദുഖാൻ, പുക. ഭൂമി മുഴുവൻ വിഴുങ്ങുന്ന പുകയുണ്ടാവും. മുഅ്മിനീങ്ങൾക്ക് ഇതൊരു ജലദോഷം പോലെ ബാധിക്കും, കാഫിരീങ്ങൾക്ക് വല്ലാതെ പ്രയാസപ്പെടുത്തുന്ന പുക. 2 വദ്ദജ്ജാല, ദജ്ജാലിന്റെ പുറപ്പാട്. 3 വദ്ദാബ്ബ, ദാബത്തുൽ അർദ്. 4 വതുലൂഅ ശംസി മിൻ മഗ്രിബിഹാ, സൂര്യൻ അതിന്റെ പടിഞ്ഞാറിൽ നിന്നും ഉദിക്കല്. വനുസൂല ഈസ ഇബ്നു മറിയം, അടുത്തത് ഈസാ നബി അലൈഹിസ്സലാമിന്റെ ഇറക്കം. വയഅജൂജ വമഅജൂജ, പിന്നെ യഅജൂജ് മഅജൂജിന്റെ പുറപ്പാട്. വസലാസ ഖുസൂഫ്, 3 ഭാഗങ്ങളിലായിട്ട് ഭൂമി ആഴ്ത്തപ്പെടും. ഖസ്ഫൻ ബിൽ മശ്രിഖി വഖസ്ഫൻ ബിൽ മഗ്രിബി വഖസ്ഫൻ ബിജസീറത്തിൽ അറബ്. 1 ഭൂമിയുടെ പടിഞ്ഞാറ് ഭാഗം, 2 ഭൂമിയുടെ കിഴക്ക് ഭാഗം, 3 അറേബ്യൻ ഭൂഖണ്ഡത്തിലും ഭൂമി ആഴ്ത്തപ്പെടും. വആഖിറു ദാലിക, അതിൻ്റെയൊക്കെ അവസാനമായിട്ട് നാറുൻ തഖ്റുജു മിനൽ യമനി, യമനിന്റെ ഭാഗത്തു നിന്നും പുറപ്പെടുന്ന ഒരു തീ. യമനിന്റെ കടലിന്റെ അടിഭാഗത്തു നിന്നാണെന്ന് വേറൊരു വയത്തുണ്ട്. യമനിന്റെ കടലിന്റെ അടിഭാഗത്തു നിന്നും പുറപ്പെടുന്ന ഒരു തീ. തത്റുദുൻ നാസ ഇലാ മഹ്ശരിഹിം, ആ തീ മനുഷ്യരെ അവരെ മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടും. ദുനിയാവിലൊരു മഹ്ശറുണ്ട്, 2 മഹ്ശറുണ്ട്. ഒന്ന് ആഖിറത്തിൽ, 2 ദുനിയാവിൽ. ആ തീ എല്ലാവരെയും ഷാമിന്റെ ഭാഗത്തേക്ക് ഒരുമിച്ച് കൂട്ടും. അങ്ങനെ 10 അടയാളങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി. അതിലൊന്നാണെന്ത്? ഈസാ നബി അലൈഹിസ്സലാമിന്റെ ഇറക്കം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. ലയൂഷികന്ന അൻ യൻസില ഫീകും ഇബ്നു മറിയം ഹകമൻ അദ്ല, നിങ്ങളിൽ ഈസാ നബി അലൈഹിസ്സലാം ഇറങ്ങാൻ എടുത്തിരിക്കുന്നു. ഹകമൻ അദ്ല, നീതിമാനായ ഭരണാധികാരിയായിട്ട്. ഫയക്സിറു സലീബ, ഈസാ നബി അലൈഹിസ്സലാം വന്നാൽ കുരിശുകളെ തകർക്കും. വയഖ്തുലൽ ഖിൻസീറ, പന്നികളെ കൊന്നില്ലാതാക്കും. ഭൂമിയിൽ നിന്ന് പന്നികളെ ഇല്ലാതാക്കും.
വയദഅൽ ജിസിയ, ടാക്സ് സമ്പ്രദായം ഇല്ലാതാകും, അഥവാ ഇസ്ലാം വ്യാപിക്കും. ലോകത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിലും ഇസ്ലാം വ്യാപിക്കും. വയഫീദൽ മാലു ഹത്താ ലാ യഖ്ബലഹു അഹദുൻ, ഒരാളും സ്വീകരിക്കാത്ത രീതിയിൽ സമ്പത്ത് കുന്നുകൂടും, ആർക്കും ആവശ്യമില്ലാത്ത രീതിയിൽ സമ്പത്ത് അധികരിക്കും. ഹത്താ തകൂന സജ്ദത്തുൽ വാഹിദതു ഖൈറൻ മിനദ് ദുനിയ വമാ ഫീഹാ, ആ കാലഘട്ടത്തിൽ ദുനിയാവും അതിലുള്ളതിനേക്കാളും ഏറ്റവും ഖൈറായിട്ടുള്ളത് അല്ലാഹുവിന്റെ മാർഗ്ഗത്തിലുള്ള ഒരു സുജൂദാണ്. ثم يقول أبو هريرة وقرأوا إن شئتم, ഈ ഹദീസ് ഉദ്ധരിക്കുന്ന സഹാബി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, സഹാബി പറയാണ് وقرأوا إن شئتم, നിങ്ങൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങൾ ഓതുക. وإن من أهل الكتاب إلا ليؤمنن به قبل موته ويوم القيامة يكون عليهم شهيدا. നമ്മൾ ഈ കഴിഞ്ഞ ക്ലാസ്സിൽ ഓതിയ ആയത്താണ്. ഈസാ നബി അലൈഹിസ്സലാം ഇനി ഇറങ്ങി വരും, മരണപ്പെട്ടിട്ടില്ല എന്ന് തെളിയിക്കുന്ന ആയത്താണത്. ഇനി എങ്ങനെയാണ് ഈസാ നബി അലൈഹിസ്സലാം ഇറങ്ങി വരിക? സഹീഹായ ഹദീസിലൂടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ രംഗം വിശദീകരിക്കുന്നുണ്ട്. ഫബൈനമാ ഹുവ കദാലിക്, ദീർഘമായ ഹദീസാട്ടോ, അതിന്റെ ചില ഭാഗങ്ങൾ മാത്രമാണ് അവിടെ പറയുന്നത്, ദീർഘമായ ഹദീസുകളാണ്. ഫബൈനമാ ഹുവ കദാലിക്, ദജ്ജാൽ ഭൂമിയിലേക്ക് വന്ന് ദജ്ജാൽ ഫിത്ന ഉണ്ടാക്കുന്ന ആ സമയം, അങ്ങനെ ഫിത്നകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. കുറേ ആൾക്കാർ മുർത്തദ്ദായി പോകും, കാഫറായി പോകും. ദജ്ജാലിനെ നബിയായിട്ട് അംഗീകരിക്കും, പിന്നെ ഇലാഹായിട്ട് അംഗീകരിക്കും. യഹൂദികൾ ദജ്ജാലിന്റെ അനുയായികളിട്ട് ഉണ്ടാകും, മുഅ്മിനീങ്ങളെ പ്രയാസപ്പെടുത്തും. ആ സമയത്ത് ഇദ് ബഅസല്ലാഹുൽ മസീഹ ഇബ്ന മറിയം, ഈസ ഇബ്നു മറിയം, ഈസാ നബി അലൈഹിസ്സലാമിനെ അല്ലാഹു നിയോഗിക്കും. ഫയൻസിലു ഇൻദൽ മനാറത്തിൽ ബൈളാഅ ശർഖി ദിമഷ്ക്, ഡമാസ്കസിലെ കിഴക്ക് ഭാഗത്തുള്ള വെളുത്ത മിനാരത്തിലൂടെയാണ് ഈസാ നബി അലൈഹിസ്സലാം ഇറങ്ങി വരിക. ബൈന മഹ്റൂദതൈനി, രണ്ട് വസ്ത്രങ്ങളായിരിക്കും, ഒന്ന് ഉടുത്തിട്ടുണ്ടാകും, ഒന്ന് പുതച്ചിട്ടുണ്ടാകും, ഇഹ്റാമിന്റെ വസ്ത്രം പോലെ മഞ്ഞ കളറുള്ള വസ്ത്രമായിരിക്കും. വാദിഅൻ കഫൈഹി, രണ്ട് കൈകളും കുത്തിയ നിലയിൽ. അലാ അജ്നിഹതി മലക്കൈനി, രണ്ട് മലക്കുകളുടെ ചിറകിന്റെ മുകളിലായിട്ട് രണ്ട് കൈയും കുത്തിയിട്ടാണ് ഈസാ നബി അലൈഹിസ്സലാം ഇറങ്ങി വരിക. ഇദാ റഅസുഹു ഖതറ, ഈസാ നബി അലൈഹിസ്സലാം തല ഒന്ന് താഴ്ത്തിയാൽ മുടിയിൽ നിന്നും വെള്ളം ഇറ്റി വീഴുന്നത് പോലെ ഉണ്ടാവും. വഇദാ റഫഅഹു തഹ്ദുറു മിൻഹു ജുമാനികൽ ലുഅ്ലു, ആ തല ഉയർത്തുന്ന സമയം വെള്ളത്തിന്റെ തുള്ളികൾ ഇങ്ങനെ തെറിക്കും, മുത്തുകൾ തെറിക്കുന്നത് പോലെ. അത് ഈസാ നബി അലൈഹിസ്സലാമിന്റെ സൗന്ദര്യത്തെ സംബന്ധിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചതാണ്. മുഅ്മിനീങ്ങൾ ഈസാ നബി അലൈഹിസ്സലാമിനെ കണ്ടാൽ തിരിച്ചറിയും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ ബൈനി വബൈന ഈസാ നബിയ്യുൻ, എന്റെയും ഈസാ നബി അലൈഹിസ്സലാമിന്റെയും ഇടയിൽ വേറൊരു പ്രവാചകനില്ല. വഇന്നഹു നാസിലുൻ, ഈസാ നബി അലൈഹിസ്സലാം ഇറങ്ങി വരും. ഫഇദാ റഅയ്തുമൂഹു ഫഅരിഫൂഹു, ഈസാ നബി അലൈഹിസ്സലാമിനെ നിങ്ങൾ കണ്ടാൽ നിങ്ങൾ അവരെ മനസ്സിലാക്കണം. റജുലുൻ മർബൂഉൻ, റജുലുൻ മർബൂഉൻ, ഒത്ത ശരീരമാണ്, നല്ല നീളമല്ല, നല്ല കുറുകിയവനുമല്ല, മർബൂ, ഒത്ത ശരീരം. അലൽ ഹുംറതി വൽ ബയാദി, ചുവപ്പും വെള്ളയും കലർന്ന നിറം. ഫയദുഖു സലീബ, എന്നിട്ട് നേരത്തെ പറഞ്ഞതുപോലെ ഈസാ നബി അലൈഹിസ്സലാം വന്നാൽ കുരിശുകളെ തകർക്കും. വയഖ്തുലുൽ ഖിൻസീറ വയദഉൽ ജിസിയ വതഹ്ലികു ഫീ സമാനിഹി അൽ മിലലു കുല്ലുഹാ ഇല്ലൽ ഇസ്ലാം, ഇസ്ലാം അല്ലാത്ത മറ്റെല്ലാ മതങ്ങളും ഇല്ലാതാവും, ഇസ്ലാം മാത്രം എന്ന് ബാക്കിയാവും. വയഹ്ലികുൽ മസീഹ് ദജ്ജാൽ, മസീഹ് ദജ്ജാലിനെ കൊല്ലും. ഫയംകുതു ഫിൽ അർളി 40 സന, രണ്ടാമത് ഇറങ്ങി വന്നിട്ട് ഈസാ നബി അലൈഹിസ്സലാം ഭൂമിയിൽ 40 വർഷം താമസിക്കും. 40 സന, 40 വർഷം. സുമ്മ തുവഫിയ, പിന്നെ സാധാരണ മനുഷ്യർ വഫാത്താകുന്നത് പോലെ മരണപ്പെടും. ഫയുസല്ലി അലൈഹി മുസ്ലിമൂൻ, മുസ്ലിമീങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി ജനാസ നമസ്കരിക്കും. ഇനി ഈസാ നബി അലൈഹിസ്സലാം ഇറങ്ങി വന്നാൽ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഭരണം നടത്തുക? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. അള്ളാഹുന്റെ റസൂലിന് ശരീഅത്ത് കിട്ടലോടുകൂടി, നുബുവത്ത് കിട്ടലോടുകൂടി മുൻകാല പ്രവാചകന്മാരുടെ എല്ലാവരുടെയും നുബുവത്ത്, അതിന്റെ റിസാലത്ത് ഇല്ലാതായി, ആ ശരീഅത്തൊക്കെ ഇല്ലാതായി. ഇനി
ഖിയാമത്ത് നാൾ വരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്തായിരിക്കും, ഖുർആനും ഹദീസും ആയിരിക്കും നിലനിൽക്കുക, മറ്റെല്ലാം ഇല്ലാതായി. ഈ റസൂൽ വന്നിട്ടും മുൻകാല ശരീഅത്ത് അനുസരിച്ച് ജീവിക്കുന്ന ഒരാളുടെ ഹുക്മ് കാഫിറാണ്. റസൂൽ വന്നാൽ റസൂൽ വിശ്വസിക്കണം, റസൂലിന്റെ ശരീഅത്താണ് അംഗീകരിക്കേണ്ടത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇനി മൂസ ബിൻ ഇമ്രാൻ ഇറങ്ങി വന്നാലും ശരി എന്റെ ശരീഅത്ത് വിട്ട് പുറത്തു പോകാൻ അനുവാദമില്ല. റസൂലിന്റെ ഹദീസാണ്. അപ്പം ചിന്തിച്ചോട്ടെ, നമ്മുടെ നാട്ടിലെ ചില ആൾക്കാരുണ്ട് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ റസൂലിന്റെ ദീൻ വിട്ട് വേറെ ലോകത്ത് ജീവിക്കുന്ന ആൾക്കാർ, അങ്ങനെ വിശ്വസിക്കുന്നു. കുഫറാണ്. അള്ളാന്റെ റസൂലിന്റെ ശരീഅത്ത് അല്ലാത്തൊരു ശരീഅത്ത് അനുസരിച്ച് റമദാനിൽ നോമ്പ് വെക്കാതെ, ഔലിയാക്കന്മാരുണ്ടാവുന്നു, റമദാനിൽ നോമ്പ് വെക്കാതെ, നിസ്കരിക്കാൻ പള്ളിയിൽ ജമാഅത്തിന് വരാതെ, അത് അവർക്ക് പ്രത്യേകമായ ഒരു ശരീഅത്തിനെ സങ്കല്പിക്കുക, അങ്ങനത്തെ ഒരു ശരീഅത്ത് ഉണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ അത് കുഫറാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്താണ് ഇനി ഖിയാമത്ത് നാൾ വരെ ബാക്കിയാകുന്നത്, മറ്റൊരു ശരീഅത്ത് ഇല്ല. എന്നാൽ ആ ശരീഅത്ത് വിട്ട് മറ്റൊരാൾക്ക് അതിൽ നിന്ന് പുറത്തു പോകാം, സ്വന്തമായിട്ട് വേറൊരു ശരീഅത്തിന്റെ നിയമവ്യവസ്ഥ ഉണ്ടെന്ന് ഒരാൾ വിശ്വസിച്ചാൽ ഫഖദ് കഫറ ഇജ്മാഅൻ, മുസ്ലിം ലോകത്ത് ഇജ്മാഅോടുകൂടി പണ്ഡിതന്മാർ അറിയിച്ചതാണ് അവൻ കാഫിറാണ്. വലിയ ഗൗരവമുള്ള വിഷയം, ഇത് തമാശയല്ല. നമ്മുടെ നാട്ടിൽ നമ്മൾ ചിലപ്പോൾ തമാശ പോലെ പറയും, പക്ഷെ അള്ളാഹിന്റെ റസൂലിന്റെ ശരീഅത്ത് അല്ലാത്തൊരു ശരീഅത്ത് ഒരാൾക്ക് ഉണ്ട് എന്ന് വാദിച്ചാൽ ഹഖീഖത്തിന്റെ ലോകം എന്ന് പറയാം, ഭ്രാന്തന്മാരുടെ മജ്നൂനിന്റെ ലോകം. അങ്ങനെ പറഞ്ഞിട്ട് റമദാന് നോമ്പ് വെക്കാത്തൊരു ദീൻ, നിസ്കാരം ഇല്ലാത്തൊരു ദീൻ, അങ്ങനെ പറയുന്നത് പ്രിയപ്പെട്ടവരത് കുഫറാണ്, തമാശ അല്ല, അത് വലിയ ഗൗരവമുള്ള വിഷയമാണ്. ഇനി മൂസാ നബി അലൈഹിസ്സലാം വന്നാലും ഈസാ നബി അലൈഹിസ്സലാം വന്നാലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്ത് വിട്ടിട്ട് പുറത്തു പോകാൻ അവർക്കും അധികാരമില്ല, അനുവാദമില്ല. അതാണ് യാഥാർത്ഥ്യം. ഇനി ഈസാ നബി അലൈഹിസ്സലാം വന്നിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുർശികളെ തകർക്കും, ഇസ്ലാം മാത്രമെന്ന് ബാക്കിയാവും. ثم تقع الأمنة على الأرض. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈസാ നബി അലൈഹിസ്സലാം ഭരണം നടത്തുന്ന കാലഘട്ടത്തിൽ ഭൂമിയിൽ സമാധാനമായിരിക്കും. കാരണം ഇസ്ലാം അല്ലാത്ത വേറൊന്നുമില്ല, ഭൂമിയിൽ സമാധാനമായിരിക്കും. ഹത്താ തർതഅൽ ഉസൂദു മഅൽ ഇബ്ലി. എത്രത്തോളം സമാധാനം ഉണ്ടാവുമെന്ന് വിചാരിച്ചാൽ സിംഹങ്ങൾ ഒട്ടകങ്ങളുടെ കൂടെ മേഞ്ഞു നടക്കും. വന്നിമാറു മഅൽ ബഖരി. പശുക്കള് പുലികളുടെ കൂടെ മേഞ്ഞു നടക്കും. വദ്ദിആബു മഅൽ ഗനമി. ആടിന്റെ കൂടെ ചെന്നായ്ക്കളും മേഞ്ഞു നടക്കും. വയൽഅബു സിബിയാനു ബിൽ ഹയ്യാത്ത്. മനുഷ്യ കുഞ്ഞുങ്ങൾ പാമ്പുകളെ കൊണ്ട് കളിക്കും. ലാ തദുറുഹും. അവരൊന്നും ചെയ്യില്ല, പരസ്പരം ഉപദ്രവിക്കുകയില്ല. ആ രീതിയിൽ സമാധാനം ഉണ്ടാവും ഭൂമിയിൽ. പിന്നെ ഹജ്ജും ഉംറയും ചെയ്യും. എല്ലാ പ്രവാചകന്മാരും ഹജ്ജും ഉംറയും ചെയ്യും. ലയുഹില്ലന്ന ഇബ്നു മറിയം ബിഫജ്ജിൽ റൗഹാഇ ഹാജ്ജൻ ഔ മുഅ്തമിറ. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈസാ നബി അലൈഹിസ്സലാം മക്കയുടെയും മദീനയും ഇടയിലുള്ള ഒരു സ്ഥലമാണ് ഫജ്ജുർ റൗഹ. അവിടെ വെച്ച് ഇഹ്റാമിൽ പ്രവേശിക്കും, ഒന്നുകിൽ ഹജ്ജിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഉംറയ്ക്ക് വേണ്ടിയിട്ട്. ഔ ലയസ്നിയന്നഹുമ, അല്ലെങ്കിൽ രണ്ടിനും ഒന്നിച്ച് വേണ്ടിയിട്ട്. ആ മൂന്ന് രീതിയിലുണ്ടല്ലോ, ഹജ്ജും ഉംറയും മൂന്ന് രീതിയിലുണ്ട്. ഒന്നുകിൽ ഹജ്ജ് മാത്രം ചെയ്യാം, അല്ലെങ്കിൽ ഹജ്ജും ഉംറയും ഒന്നിച്ച് ചെയ്യാം. നമ്മുടെ നാട്ടിൽ സാധാരണ അതാണ് ചെയ്യാറുള്ളത്. മൂന്നാമത്തത് ഹജ്ജും ഉംറയും ഒന്നിച്ചൊരു ഇബാദത്തായിട്ട് ചെയ്യാം. അങ്ങനെ മൂന്ന് രീതിയുണ്ട്. അപ്പൊ റസൂല് ഈസാ നബി അലൈഹിസ്സലാം ഏതെങ്കിലും ഒരു രീതിയിലാണ് ഹജ്ജും ഉംറയും ചെയ്യുക. അടുത്തത് ഈസാ നബി അലൈഹിസ്സലാം ചെയ്യുന്നത് ദജ്ജാലിനെ കൊല്ലലാണ്. ഈസാ നബി അലൈഹിസ്സലാം വരുന്ന സമയത്ത് ദജ്ജാൽ ഉണ്ടാവും ഭൂമിയിൽ. അവൻ ഫിത്നകൾ ഉണ്ടാവും, ഫസാദുകൾ ഉണ്ടാക്കുന്നുണ്ടാവും. അത് വിശദമായിട്ട് വേറെ പറയേണ്ടതാണ് ദജ്ജാലിനെ സംബന്ധിച്ച്. കാരണം അത് നമ്മുടെ അഖീദയാണ്. സഹീഹായ ഹദീസിലൂടെ ഇനി വരാനിരിക്കുന്ന കാര്യം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചതാണ്. അതുകൊണ്ട് അത് മനസ്സിലാക്കലും അത് അതേപോലെ അംഗീകരിക്കലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചോളം നിർബന്ധമായ കാര്യമാണ്. അതാണ് റസൂലിന്റെ റിസാലത്തിനെ സത്യപ്പെടുത്തുക എന്നുള്ളത്. അതാണ് റസൂലിന്റെ റിസാലത്തിൽ നമ്മൾ വിശ്വസിക്കണം. എങ്ങനെ? അതിനെ സത്യപ്പെടുത്തിക്കൊണ്ടും അംഗീകരിച്ചുകൊണ്ടും. അതിൽപ്പെട്ട ആ സത്യപ്പെടുന്ന കാര്യത്തിൽ ഈ കാര്യങ്ങളൊക്കെ പെടുക. ഇനി വരാനിരിക്കുന്ന കാര്യം റസൂൽ അറിയിച്ചിട്ടുണ്ടെങ്കിൽ അത് സത്യപ്പെടുത്തലും അംഗീകരിക്കലും. യഅ്തിൽ മസീഹു മിൻ ഖിബലിൽ മശ്രിഖ്. കിഴക്ക് ഭാഗത്തു നിന്നും മസീഹുദ് ദജ്ജാൽ വരും.
ഹിമ്മത്തുഹു അൽ മദീന, അവന്റെ ലക്ഷ്യം മദീനയാണ്. നമുക്കറിയാം മസീഹുദ് ദജ്ജാലിന് 3 സ്ഥലങ്ങൾ നിഷിദ്ധമാക്കപ്പെട്ടിട്ടുണ്ട്: മക്ക, മദീന, ബൈത്തുൽ മുഖദ്ദസ്. ഈ 3 സ്ഥലങ്ങൾ ദജ്ജാലിന് പ്രവേശനമില്ല, നിരോധിക്കപ്പെട്ടതാണ്. ഒരിക്കലും അങ്ങോട്ട് പ്രവേശിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ ദജ്ജാലിനും മസീഹ് എന്ന പേരുണ്ട്, ഈസാ നബി അലൈഹിസ്സലാമിനും മസീഹ് എന്ന പേരുണ്ട്. ദജ്ജാലിന് മസീഹ് എന്ന് പേര് വരാൻ കാരണം ചുരുങ്ങിയ ദിവസം കൊണ്ട് ഭൂമി മുഴുവൻ അവൻ സഞ്ചരിക്കും, എല്ലായിടത്തും എത്തും, ഒരു സ്ഥലവും ബാക്കിയാകാതെ. അതുകൊണ്ടാണ് മസീഹ് എന്ന് പേര് വന്നത്. ഈസാ നബി അലൈഹിസ്സലാമിന് മസീഹ് എന്ന് പേര് വന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തൊരു മുഅ്ജിസത്താണ്. ഈസാ നബി അലൈഹിസ്സലാം വെള്ളപ്പാണ്ടുള്ള ആൾക്കാർ ഇങ്ങനെ തടവിയാൽ ആ രോഗം ഭേദമാകും, മുഅ്ജിസത്താണ്. അങ്ങനെയാണ് മസീഹ് എന്ന് ഈസാ നബി അലൈഹിസ്സലാമിന് പേര് വന്നത്. അപ്പം ദജ്ജാല് വരും, ഫിത്നകളൊക്കെ ഉണ്ടാക്കിയിട്ട് പല പ്രാവശ്യം മദീനയിലേക്ക് പ്രവേശിക്കാൻ വരും. മറ്റുള്ള ഹദീസുകളിൽ കാണാം, അവൻ മദീനക്ക് എത്തുമ്പോഴൊക്കെ മദീനയുടെ അതിർത്തിയിൽ വാളും തൂക്കിപ്പിടിച്ച് മലക്കുകൾ കാവലുണ്ടാവും, മലക്കുകൾ അവൻ ഓടിക്കും. അവസാനം മദീനയെ ലക്ഷ്യമാക്കിയിട്ട് വരും. അങ്ങനെ ഉഹദ് മലയുടെ പിറകിൽ അവൻ ഒളിച്ചിരിക്കും. ആ സമയത്ത് മലക്കുകൾ അവനെ ഷാമിന്റെ ഭാഗത്തേക്ക് ആട്ടി ഓടിക്കും ദജ്ജാലിനെ, മദീനയുടെ കാവൽക്കാരായ മലക്കുകൾ. ഷാം എന്നുള്ളത് ഇന്നത്തെ ഫലസ്തീൻ, ഉർദുൻ, ലബനാൻ, സിറിയ, ഈ ഭാഗങ്ങൾക്ക് ഉൾക്കൊള്ളുന്ന പ്രദേശത്തിനാണ് ഷാം എന്ന് പറയാം. ആ ഭാഗത്തേക്ക് ഓടിക്കും. അവിടെയാണ് മസീഹുദ് ദജ്ജാൽ നശിക്കുന്നത്. മസീഹുദ് ദജ്ജാൽ ഈസാ നബി അലൈഹിസ്സലാമിനെ കണ്ടാൽ ഉപ്പ് വെള്ളത്തിൽ അലിയുന്നത് പോലെ ദജ്ജാൽ അലിഞ്ഞില്ലാതാവും, പേടിച്ചിട്ട്. കാരണം ദജ്ജാലിന് അറിയാം ഈസാ നബി അലൈഹിസ്സലാമിന്റെ കയ്യിലൂടെ നാം വധിക്കപ്പെടുമെന്നുള്ളത്. പേടിച്ചിട്ട് ഉപ്പ് അലിയുന്നത് പോലെ അലിയും. പറഞ്ഞു, ഈസാ നബി അലൈഹിസ്സലാം അവനെ കൊല്ലാതെ അങ്ങ് വെറുതെ വിട്ടാൽ അവൻ അലിന് സ്വയം ഇല്ലാതാകുമായിരുന്നു. പക്ഷെ ഈസാ നബി അലൈഹിസ്സലാമിന്റെ കൈകളിലൂടെ കൊല്ലപ്പെടാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചത്. ഈസാ നബി അലൈഹിസ്സലാം അവനെ വെട്ടിക്കൊല്ലും. ഈസാ നബി അലൈഹിസ്സലാമിന്റെ കയ്യിലുള്ള ചെറിയ കുന്തത്തിൽ ദജ്ജാലിന്റെ ചോര പുരളുകയും ചെയ്യും. അതിങ്ങനെ ഈസാ നബി അലൈഹിസ്സലാം എടുത്ത് മുസ്ലിമീങ്ങൾ കാണിച്ചു കൊടുക്കും, അവനെ കൊന്നു എന്ന അർത്ഥത്തിൽ. ദജ്ജാൽ നശിപ്പിക്കപ്പെടുന്ന, കൊല്ലപ്പെടുന്ന സ്ഥലം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഫയുദ്രികുഹു ഇൻദ ബാബിൽ ലുദ്ദി ശർഖി. ലുദ് എന്ന സ്ഥലം ഇന്ന് ഇസ്രായേൽപ്പെട്ട സ്ഥലമാണ്. ലുദ്, ബാബുൽ ലുദ്, ഇസ്രായേലിന്റെ എയർപോർട്ടിന്റെ സ്ഥലമാണ് ബാബുൽ ലുദ്. അവിടെ വെച്ചാണ് മസീഹുദ് ദജ്ജാൽ കൊല്ലപ്പെടുക. ഫയഹ്സിമുല്ലാഹുൽ യഹൂദ്. ദജ്ജാൽ കൊല്ലപ്പെടലോടുകൂടി ഭൂമിയിൽ യഹൂദികളുടെ പതനം ആരംഭിക്കും. യഹൂദികൾ പൂർണ്ണമായിട്ടും പരാജയപ്പെടും. യഹൂദികൾ മുസ്ലിമീങ്ങളിൽ നിന്നും പേടിച്ചോടും. അങ്ങനെ മുസ്ലിമീങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് ഓരോ സാധനത്തിന്റെ പിറകിൽ ഒളിച്ചിരിക്കും. അപ്പൊ ആ വസ്തുക്കൾ വിളിച്ചു പറയും, യാ മുഅ്മിൻ മിൻ വറാഇ യഹൂദിയുൻ ഫഖ്തുലൂഹു. ദാ എന്റെ പിറകിൽ ഒരു യഹൂദി ഒളിച്ചിരിപ്പുണ്ട്, അവനെ കൊല്ലാൻ പറയും. ഇല്ലല്ല, ഗർഖദ് എന്ന മരം ഒഴിച്ചു. ആ മരം പറയില്ല. മറ്റെല്ലാ വസ്തുക്കളും വിളിച്ച് മുഅ്മിനോട് പറയും, ഇതാ എന്റെ പിറകിൽ ഒരു യഹൂദി ഒളിച്ചിരിപ്പുണ്ട്, അവനെ കൊല്ലാൻ പറയും. അങ്ങനെ യഹൂദികൾ നശിപ്പിക്കപ്പെടും. ഇത് ഈസാ നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് നടക്കുന്നതാണ്. അടുത്തത് യഅ്ജൂജ് മഅ്ജൂജ്. ഈസാ നബി അലൈഹിസ്സലാം മസീഹുദ് ദജ്ജാലിനെ കൊന്ന് മുസ്ലിമീങ്ങളൊക്കെ ഒരുമിച്ച് കൂട്ടി, ബാക്കിയുള്ള ഫിത്നയിലകപ്പെടാത്ത മുസ്ലിമീങ്ങളൊക്കെ ഒരുമിച്ച് കൂട്ടി എന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്താണ് ദജ്ജാൽ വരിക, അല്ല യഅ്ജൂജ് മഅ്ജൂജ് വരിക. ഹദീസ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ثم يأتي عيسى بن مريم قوم قد عصمهم الله منه. ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്നും അല്ലാഹു സംരക്ഷിച്ച ഒരു വിഭാഗം മുസ്ലിമീങ്ങൾ ഈസാ നബി അലൈഹിസ്സലാമിന്റെ അടുക്കലേക്ക് വരും. ഫയംസഹു അൻ വുജൂഹിഹിം വയുഹദ്ദിസുഹും ബിദറജാതിഹിം ഫിൽ ജന്നah. ഈസാ നബി അലൈഹിസ്സലാം അവരുടെ മുഖങ്ങൾക്ക് ഇങ്ങനെ തടവിക്കൊണ്ട് നാളെ സ്വർഗ്ഗത്തിൽ അവർക്ക് കിട്ടുന്ന സ്ഥാനങ്ങളെ സംബന്ധിച്ച് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും.
ഫബൈനമാ ഹുവ കദാലിക്. അങ്ങനെ മുഅ്മിനീങ്ങളുമായിട്ട് ഈസാ നബി അലൈഹിസ്സലാം സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇത് ഔഹല്ലാഹു ഇലാ ഈസാ നബി അലൈഹിസ്സലാമിന് അല്ലാഹു വഹി കൊടുക്കുക. ഇന്നി ഖദ് അഖ്റജ്തു ഇബാദൻ ലി, ഈസാ, ഞാൻ ഭൂമിയിലേക്ക് എൻ്റെ ഒരു വിഭാഗം അടിമകളെ ഇറക്കി വിടുകയാണ്. ലാ യദാനി ലിഅഹദിൻ ബിഖിതാലിഹിം, ഒരാൾക്കും അവരെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കാൻ കഴിയില്ല. ഫഹർരിസ് ഇബാദി ഇല തൂർ, തൂർ പർവ്വതത്തിൽ കയറി മുഅ്മിനീങ്ങളെ ഇങ്ങോട്ട് നീ ഒളിച്ചിരിക്കുക, സംരക്ഷണം ഒരുക്കുക. അഥവാ യജൂജ് മഅജൂജ് രണ്ട് വിഭാഗങ്ങളാണ്, രണ്ട് ഖബീലത്താണ്, രണ്ട് ഗോത്രങ്ങളാണ്. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ യാഫിത്ത് എന്ന മകന്റെ സന്താന പരമ്പരയിൽ വരുന്ന രണ്ട് വലിയൊരു ഗോത്രങ്ങളാണ്, മനുഷ്യരാണ്. യജൂജ് മഅജൂജ് സാധാരണ മനുഷ്യരാണ്. ആ വലിയ രണ്ട് ഗോത്രങ്ങളാണ്. നല്ല ആൾക്കാരുണ്ടാവും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോട് പറഞ്ഞു, നാളെ ആഖിറത്തിൽ 1999 ആൾക്കാർ നരകത്തിലും ഒരാൾ സ്വർഗത്തിലും. അങ്ങനെയാണ് സ്വർഗത്തിലേക്ക് ആളെ പ്രവേശിപ്പിക്കുക. 1000 ആളായിരിക്കും, അതിലൊരാൾ സ്വർഗം, ബാക്കി 999 ആൾക്കാർ നരകത്തിലേക്ക്. റസൂൽ ഇത് പറഞ്ഞപ്പോൾ സഹാബാക്കൾ പേടിച്ചു. റസൂൽ പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട, ആ ഒരാള് അവൻ എൻ്റെ ഉമ്മത്തിലുള്ള ആളാണ്, ബാക്കി 999 ആള് യജൂജ് മഅജൂജാണ്. അത്രയും ആൾക്കാരുണ്ടാവും അവർ. ഒരാൾക്കും അവർ യുദ്ധം ചെയ്ത് തോൽപ്പിക്കാൻ കഴിയില്ല. ഈസാ നബി അലൈഹിസ്സലാമിനോടും മുഅ്മിനീങ്ങളോടും തൂർ പർവ്വതത്തിൽ കയറി ഒളിച്ചിരിക്കാൻ അല്ലാഹു കൽപ്പിക്കും. വയബ്അസുല്ലാഹു യഅജൂജ വമഅജൂജ്, അതിനുശേഷം അല്ലാഹു ഭൂമിയിലേക്ക് അവരെ ഇറക്കി വിടും. വഹും മിൻ കുല്ലി ഹദബിൻ യൻസിലൂൻ, അവർ ഭൂമിയിലേക്ക് വരെവിടുന്നാണ് ഒരു കുന്നും പ്രദേശത്ത് നിന്ന് ഇറങ്ങി വരുന്നത് പോലെ ഇങ്ങനെ ഒഴുകി വരാണ് അവർ. അത്രയും ആൾക്കാരുണ്ടാവും. അവർ പിന്നെ ഭൂമിയിൽ ഫിത്നയും ഫസാദും ഉണ്ടാകും. മുഅ്മിനീങ്ങളെ കൊല്ലും. ഒളിച്ചിരുന്ന ആ കുറച്ച് മുഅ്മിനീങ്ങൾ ബാക്കി എല്ലാവരെയും അവർ കൊല്ലും, ഒരാളെയും ബാക്കിയാക്കൂല. അവരങ്ങനെ കൊല്ലുന്ന സമയത്താണ് ഈസാ നബി അലൈഹിസ്സലാമും മുഅ്മിനീങ്ങളും മലമുകളിലാണ്, ഭക്ഷണമില്ല, ഒന്നുമില്ല. യജൂജ് മഅജൂജിൽ നിന്ന് സംരക്ഷണത്തിനായിട്ട് ഒളിച്ചിരിക്കുക. അപ്പൊ അവരിങ്ങനെ ഒളിച്ചിരിക്കുന്ന സമയം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വയുഹ്സറു നബിയുല്ലാഹി ഈസ വഅസ്ഹാബുഹു, ഈസാ നബി അലൈഹിസ്സലാമും സഹാബാക്കളും ആ തൂർ പർവ്വതത്തിൽ പിടിച്ചു വെക്കപ്പെട്ടതുപോലെ അവർക്ക് ഒരിക്കലും പുറത്തു വരാൻ കഴിയാത്ത രീതിയിൽ. ഹത്താ യകൂന റഅസു ഥൗരി ലിഅഹദിഹിം ഖൈറൻ മിൻ 100 ദീനാരിൻ ലിഅഹദികുമുൽ യൗം, അവർക്ക് ഭക്ഷണം കിട്ടാതായി, പട്ടിണിയായി. അപ്പം റസൂൽ ആ പട്ടിണിയുടെ ഒരു ഗൗരവം പറയാണ്, നിങ്ങൾക്ക് ഇന്ന് 100 ദീനാർ തന്നാൽ നിങ്ങൾ എങ്ങനെ സ്വീകരിക്കുമോ അതിനേക്കാൾ കൊതിയോടെ ഒരു പശുവിന്റെ തല അവർക്ക് കൊടുത്താൽ അവർ സ്വീകരിക്കുമായിരുന്നു. പട്ടിണിയാണ്, വേറൊന്നുമില്ല. അപ്പൊ തല കിട്ടിയാൽ അതും ഭക്ഷിക്കാൻ വേണ്ടി അവർ സ്വീകരിക്കും. ആ രീതിയിൽ പട്ടിണിയായി. ഫയർഗബു നബിയുല്ലാഹി ഈസ വഅസ്ഹാബുഹു, ഈസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്തു ഇവരുടെ ശല്യം ഒഴിവാക്കാൻ. അങ്ങനെ ഈസാ നബി അലൈഹിസ്സലാമിന്റെ ദുആക്ക് ഉത്തരമായിട്ട് ഫയുർസിലുല്ലാഹു അലൈഹിം നഗഫ ഫീ ദിഖാബിഹിം, അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തിൽ നിന്നും ഒരു പുഴുവിനെ ഇറക്കും. മഴ പെയ്യുന്നത് പോലെ ഒരു തരം പുഴു, ഒട്ടകത്തിന്റെയും ആട്ടിന്റെയും ഒക്കെ മൂക്കിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന പുഴുവാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചത്, അന്നഗത്. അതിങ്ങനെ ഇറങ്ങി വന്നിട്ട് ഓരോ യജൂജ് മഅജൂജിന്റെയും പിരടിയിലേക്ക് അത് വീഴും. ഫയുസ്ബിഹൂന ഫർസ കമൗതി നഫ്സിൻ വാഹിദ, അപ്പോൾ ഒരാൾ മരിച്ചു വീഴുന്നത് പോലെ എല്ലാവരും ഒന്നിച്ച് മരിക്കും. യജൂജ് മഅജൂജ് ഒരാൾ മരിക്കുന്നത് പോലെ എല്ലാവരും ഒന്നിച്ച് മരണപ്പെടും. ഈ അവരുടെ മരണ വിവരം കിട്ടിയപ്പോൾ എന്ത് ചെയ്തു? സുമ്മ യഹ്ബിതു നബിയുല്ലാഹി ഈസ വഅസ്ഹാബുഹു ഇലൽ അർദ്, ഈസാ നബി അലൈഹിസ്സലാമും സഹാബാക്കളും ആ പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങും. ഫലാ യജിദൂന ഫിൽ അർദി മൗദിഅ ശിബ്രിൻ ഇല്ലാ മലഅഹു സഹമുഹും വനത്നുഹും. ഈസാ നബി അലൈഹിസ്സലാം മലമുകളിൽ നിന്ന് താഴെ വരുമ്പോഴാണ് കാണുന്നത് ഭൂമിയിൽ 1 ഇഞ്ച് സ്ഥലം, ശിബിർ എന്ന് പറഞ്ഞാൽ 1 ഇഞ്ച്, 1 ഇഞ്ച് സ്ഥലം പോലും ബാക്കിയില്ല അവരുടെ ശവശരീരങ്ങളില്ലാതെ. ഭൂമി നിറയെ ശവശരീരങ്ങളായി, ഒന്ന് ചവിട്ടി നടക്കാൻ പോലും പ്രയാസപ്പെടും. സഹമുഹും വനത്നുഹും, അതുപോലെ തന്നെ ദുർഗന്ധവും അവരുടെ ചീനളിഞ്ഞ ശരീരവും. ഫയർഗബു നബിയുല്ലാഹി ഈസ വഅസ്ഹാബുഹു ഇലല്ലാഹ്, ഈസാ നബി അലൈഹിസ്സലാം വീണ്ടും ദുആ ചെയ്യും അല്ലാഹുവിനോട്.
ഫയുർസിലുല്ലാഹു തൈറൻ കഅഅനാഖിൽ ബുഖ്തി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒട്ടകങ്ങളെ പോലെ നീണ്ട തലയുള്ള ഒരു തരം പക്ഷികളെ അയക്കും. ഫതഹ്മിലുഹും ഫതതുറുഹും ഹൈതു ശാ അല്ലാഹ്. ആ പക്ഷികൾ വന്ന് ഇവരുടെ ഈ ശവശരീരങ്ങൾ കൊത്തി അത് വലിച്ചെറിയും. ഹൈതു ഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിക്കുന്നിടത്ത്. എവിടേക്കാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. അള്ളാഹു അങ്ങോട്ടാണ് ഉദ്ദേശിക്കുന്നത്, അവിടേക്ക് ഈ ശവശരീരങ്ങൾ കൊത്തി വലിച്ചെറിയും. സുമ്മ യുർസിലുല്ലാഹു മതറ. അതിനുശേഷം ഭൂമിയിൽ ഒരു മഴ പെയ്യും. ലാ യകുന്നു മിൻഹു ബൈതു മദരിൻ വലാ വബരിൻ. ആ മഴ ഒന്നിനെയും ഒഴിവാക്കൂല. മനുഷ്യരുടെ വീടും കന്നുകാലികളുടെ വീടും എല്ലാത്തിലും ആ മഴയിലൂടെ വെള്ളം കയറും. ഫയഗ്സിലുൽ അർള. അല്ലാഹു ആ മഴയിലൂടെ ഭൂമിയെ കഴുകി ശുദ്ധിയാക്കും. ഹത്താ യത്റുകഹാ കസ്സലഫ. ആ ഭൂമി ഒരു ചില്ല് ഗ്ലാസ് തിളങ്ങുന്നത് പോലെ തിളങ്ങും. ഒരു ഗ്ലാസ് തിളങ്ങുന്നത് പോലെ തിളങ്ങും. ആ രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയെ ശുദ്ധീകരിക്കും. അന്ന് ബാക്കി അങ്ങനെ ആരും മാത്രമാണ്? ഈസാ നബി അലൈഹിസ്സലാമും ഏതാനും മുഅ്മിനീങ്ങൾ മാത്രം ബാക്കിയാവും. പിന്നീട് അങ്ങോട്ട് ഭൂമിയുടെ രണ്ടാം ജന്മമാണ്. ഭൂമിക്ക് രണ്ടാം ജന്മമുണ്ട്. ആ പിന്നീട് അങ്ങോട്ട് അള്ളാഹു ഭൂമിയോട് അതിന്റെ വൃക്ഷങ്ങളെ മുളപ്പിക്കാൻ പറയും. അത് മുളക്കും, സസ്യങ്ങൾ മുളക്കും, പഴവർഗ്ഗങ്ങൾ മുളക്കും. എല്ലാം പൂർണ്ണമായ ബർക്കത്തോടു കൂടി. ഒരു പശുവിന്റെ അകിടിൽ നിന്നും പാല് 40 ആൾക്കാർക്ക് കുടിക്കാൻ പറ്റുന്ന രീതിയിൽ ബർക്കത്തുണ്ടാവും. അതിനുശേഷമാണ് മറ്റേ നേരത്തെ പറഞ്ഞ അമനത്തൊക്കെ ഉണ്ടാവുക. ആ ഒട്ടകവും സിംഹമൊക്കെ ഒന്നിച്ച് മേയെന്ന് പറഞ്ഞല്ലോ, അതൊക്കെ ആ കാലഘട്ടത്തിൽ ഉണ്ടാവും. അത് രണ്ടാം ജന്മ. പിന്നെ ഈസാ നബി അലൈഹിസ്സലാം സാധാരണ രീതിയിൽ വഫാത്താവും, മുഅ്മിനീങ്ങൾ നിസ്കരിക്കും. അതിനുശേഷവും ഇങ്ങനെ മുമ്പോട്ട് പോകും. പിന്നെയാണ് ആ മുഅ്മിനീങ്ങൾ ആദ്യം ശിർക്ക് സംഭവിക്കും. പിന്നെ ശിറാറുൽ ഖൽഖ് മാത്രം ബാക്കിയാവും. അല്ലാഹ് എന്ന് പറയാൻ അറിയാത്തൊരു വിഭാഗം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ അറിയാത്തൊരു വിഭാഗം, നിസ്കാരം എന്താണെന്ന് അറിയില്ല, ഹജ്ജ് ഉംറ എന്താണെന്ന് അറിയില്ല, കഅബ പൊളിക്കപ്പെടും. അതൊന്നും ഇല്ലാത്ത ഭൂമിയിൽ ഏറ്റവും മോശപ്പെട്ട ആൾക്കാർ ബാക്കിയാവും. ഈ കഴുതകൾ പരസ്പരം സംയോഗം ചെയ്യുന്നത് പോലെ പൊതു ഇടങ്ങളിൽ സംയോഗം ചെയ്തിരിക്കും മനുഷ്യന്മാർ. ആ രീതിയിൽ അധപ്പതിച്ചൊരു സമൂഹത്തിലാണ് അവരിലാണ് ഖിയാമത്ത് നാളെ സംഭവിക്കുക. അതിന്റെ മുമ്പ് തന്നെ എന്ത് ചെയ്യും? മുസ്ലിമുകളൊക്കെ വഫാത്താവും, മുസ്ലിമുകളൊക്കെ മരണപ്പെടും. തൗഹീദുള്ള ഒരാളും ഖിയാമത്ത് നാളെന്ന് ബാക്കി ഉണ്ടാവില്ല. അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വരാനിരിക്കുന്ന ഖിയാമത്ത് നാള് ചെറിയ രീതിയിലുള്ള വിശദീകരണം ഇൻഷാ അല്ലാഹ് പിന്നീട് ക്ലാസ്സിൽ എന്ത് ചെയ്യാം, നമുക്ക് വിശദീകരിക്കും. ഇതാണ് ഈസാ നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോൾ 2 ഭാഗമാണ് ഈസാ നബി അലൈഹിസ്സലാമിന്റെ ജീവിതം. ഒന്ന് ആകാശത്തേക്ക് ഉയർത്തുന്നതിന്റെ മുമ്പ്, 2 ഇനി ഖിയാമത്ത് നാളിന് മുമ്പ് ഇറങ്ങി വരും എന്നുള്ളത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹീഹായ ഹദീസിലൂടെ നമ്മളെ പഠിപ്പിച്ച കാര്യമാണ്. അപ്പോൾ അത് അറിയലും അത് അംഗീകരിക്കലും സത്യപ്പെടുത്തലും നമ്മുടെ മേൽ നിർബന്ധവുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീൻ പഠിക്കാനും മനസ്സിലാക്കാനും നല്ല തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. وآخر دعوانا الحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.